ഇപ്പൊ ഏറ്റവും അടുത്ത സംഭവം ഈ ഒരു ബാലപീഡകനായ എപ്സ്റ്റീനോടുള്ള സർക്കാരുകളുടെ പ്രതികരണം എന്താണ് എന്നാണ്. എപ്സ്റ്റീൻ കേസിലെ അയാളുടെ കത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ട അമേരിക്കയിലെ പ്രമുഖരായ വ്യക്തികൾക്കെതിരായിട്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ രണ്ട് രാജ്യങ്ങളിൽ, UK യിലും ഇംഗ്ലണ്ടിലും നോർവേയിൽ രാജകുമാരി തൊട്ട് അവിടുത്തെ പൂർവ്വ പ്രധാനമന്ത്രി വരെയുള്ളവർക്കെതിരായി നടപടിയുണ്ടായി. അത്തരത്തിലുള്ളൊരു സമൂഹമായിട്ടല്ലേ നമ്മൾ കേരളം മാറേണ്ടത്? അതിന് തക്ക രാഷ്ട്രീയ നേതൃത്വം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇപ്പം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി വിശ്വാസം, ശബരിമല വിധിന്യായം സ്ത്രീ സമത്വത്തിന്റെ വലിയൊരു നാഴികക്കല്ലായിരുന്നു. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുസൃതമായിട്ടുള്ള ഒരു വിധിയായിരുന്നു. അതിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായി, നാമജപ ഘോഷയാത്രകളുണ്ടായി. ഇതിനെ ആദ്യമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഈ പ്രതിഷേധങ്ങൾ കേരളം മുഴുവൻ അലയടിച്ചപ്പോൾ അതിനെ നേരിടാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ആദ്യം ശ്രമിച്ചത്. അതിനായി കേരളം മുഴുവൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വനിതാ മതിൽ തീർത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ വനിതാ മതിൽ ഞാൻ തുറവൂര് തൊട്ട് ഏതാണ്ട് എടപ്പള്ളി വരെ പോയി കാണുകയുണ്ടായി. കേരളത്തിലെ സ്ത്രീകൾ, കന്യാസ്ത്രീകൾ, തട്ടമിട്ട സ്ത്രീകൾ, പൊട്ടുതൊട്ട സ്ത്രീകളും കുട്ടികളും ഒന്നായി നിന്ന് വിശ്വാസത്തിന് എല്ലാ സ്ത്രീ സമത്വത്തിനു വേണ്ടി നിലനിന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കാര്യം, ഇതിനെ എതിർക്കേണ്ട കാര്യം, സമത്വത്തിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ള അടിസ്ഥാനപരമായ പുരോഗമനാശയം ഇതെല്ലാം വിട്ടുകളഞ്ഞു. എന്തുകൊണ്ട്? ഇതെവിടെയാണ് ഇതിൻ്റെ അപജയം സംഭവിക്കുന്നത്? സ്ത്രീവാദം, പരിസ്ഥിതി, മനുഷ്യാവകാശം തുടങ്ങിയ അടിസ്ഥാന ആധുനിക കാലത്തെ ആശയങ്ങളൊന്നും സ്വീകരിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഒരു ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? പക്ഷെ അവരത് ചെയ്യുന്നില്ല. ഈ കേസിൻ്റെ തന്നെ, ഈ അതിജീവിതയുടെ കേസിൻ്റെ തന്നെ എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ ഉടനെ സിനിമാ രംഗത്ത് അല്പസമ്മർദ്ദം ഉണ്ടായി. യാതൊരു രീതിയിലുള്ള ആത്മാർത്ഥതയും ഇല്ലാതെ, അതായത് അടിസ്ഥാനപരമായിട്ട് സ്ത്രീയോടുള്ള സമത്വബോധം ഉള്ളിൽ കൊണ്ട് നടക്കാത്ത ഒരു പറ്റം പുരുഷന്മാർ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു വഴിപാട് നടത്തുന്ന പോലെ ഹേമ കമ്മിറ്റിയെ നിയമിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് 5 കൊല്ലമാണ് മന്ത്രിയുടെ അലമാരയിൽ കടന്നത്, ഊട്ടിവെച്ചത്. അതിനുശേഷം അത് പുറത്തെടുത്തു. വീണ്ടും അല്പസമ്മർദ്ദം വന്നു, വീണ്ടും പുറത്തെടുത്തു. അത് പ്രസിദ്ധീകരിച്ചു. പല പേജുകളും അതിന് കണ്ടില്ല. അതിനുശേഷം അതിനെപ്പറ്റി വലിയൊരു കോൺക്ലേവ് നടന്നു, സിനിമാ കോൺക്ലേവ്. ഈ കോൺക്ലേവ് നടന്ന് അതിന് ശുപാർശകളുണ്ടായി. ഈ ശുപാർശകൾ ഇപ്പം എവിടെയാണ്? ഇങ്ങനെ അതായത് അടിസ്ഥാനപരമായി സ്വാംശീകരിക്കാത്ത, സ്ത്രീയോടുള്ള അല്ലെങ്കിൽ സമത്വബോധം സ്വാംശീകരിക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അത് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ. കേരളത്തെ കുറിച്ച് പറയുന്നത് ഇത് കേരളം നമ്മുടെ ജന്മനാടായതുകൊണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള
ഉദാഹരണം വടക്കേന്ത്യയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഫറൂഖിയുടെ ജഡ്ജ്മെൻ്റൊക്കെ അതാണ് കാണിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇതിന് സാധിക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ സടപടം എഴുന്നേറ്റു, 24 മണിക്കൂറാണ് അറസ്റ്റ്, രാഹുൽ മാങ്കൂട്ടം പോയി. എന്നാൽ അടുത്തിടെ സംഭവിച്ച മറ്റൊരു കേസിലും രാജിയാകാൻ വേണ്ടി സമയം അനുവദിച്ചുകൊണ്ട് 10-15 ദിവസത്തിന് ശേഷമാണ് FIR ഫയൽ ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം ഈ ഒരു ബോധം, സമത്വബോധം, സ്ത്രീ സമത്വബോധം ഉൾക്കൊള്ളാത്ത ഒരു പറ്റം പുരുഷന്മാർ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആണ് ഒരു പക്ഷേ എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ എന്നതാണ്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഈ ചർച്ചകളുടെ ആക്കം കൂട്ടണമെന്നാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരാജയ ഭയത്താലോ ഏതെങ്കിലും രീതിയിലുള്ള സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പോലും അപ്രീതിപ്പെടുത്താൻ തയ്യാറല്ലാത്തൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.